സിപിഐഎം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം മാധ്യമങ്ങളെ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ മൂഴിയാർ അണക്കെട്ടും അതുപോലെ തന്നെ കാരികയം അയ്യപ്പ പ്രോജക്റ്റിൻ്റെ അണക്കെട്ടും തുറന്നു വിട്ടതാണ്. തീവ്ര മഴയ്ക്ക് അപ്പുറത്തേക്കുള്ള റാന്നി ടൗണിനെ മുക്കുന്ന തരത്തിൽ ഏതാണ്ട് 1000-ഓളം വീടുകൾ മുങ്ങുന്ന തരത്തിൽ റാന്നിയിലും അതുപോലെ തന്നെ ആറന്മുളയിലും പമ്പാവാലി മുതൽ റാന്നി വരെയുള്ള പ്രദേശങ്ങളിലും അതിഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതം ഉണ്ടായിരിക്കുന്നത്. സാധാരണഗതിയിൽ അണക്കെട്ട് തുറക്കുന്നതിന് മാനുവലുണ്ട്. അണക്കെട്ട് തുറക്കുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് തുറക്കുകയാണെന്നുണ്ടെങ്കിൽ അനൗൺസ്മെൻറ്റ് കൃത്യമായിട്ട് തന്നെ നടത്തുന്ന ഒരു പതിവ് എല്ലാ കാലഘട്ടങ്ങളിലുമുണ്ട്, റാന്നിയിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്തവണ അണക്കെട്ട് തുറക്കുന്നതിൻ്റെ അനൗൺസ്മെൻറ്റോ അങ്ങനെയുള്ള മുന്നറിയിപ്പോ ഉണ്ടായിട്ടില്ല. സോഷ്യൽ മീഡിയയിലും ഇത്തരത്തിൽ അണക്കെട്ട് തുറക്കുന്നതിൻ്റെ ഒരു മുന്നറിയിപ്പ് ഉണ്ടായിട്ടില്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ റാന്നി മുങ്ങിക്കഴിഞ്ഞ ശേഷമാണ് പത്തനംതിട്ട ജില്ലയിൽ എമ്പാടും മുങ്ങിയതിന് ശേഷം നമ്മുടെ നാശനഷ്ടം വന്ന മുഴുവൻ കടകൾക്കും അതിൻ്റെ നഷ്ടം പൂർണ്ണമായും സർക്കാർ വഹിക്കണം, സർക്കാർ അത് ഏറ്റെടുക്കണം. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഇതുപോലെ ഉണ്ടായിരിക്കുന്നത്. ഏതെങ്കിലും ഒരു മുന്നറിയിപ്പോ അല്ലെങ്കിൽ റെഡ് അലർട്ട് ഉണ്ടായിരുന്നെങ്കിലോ അല്ലെങ്കിൽ അനൗൺസ്മെൻ്റ് ഉണ്ടായിരുന്നെങ്കിലോ ഈ സാധനങ്ങളൊക്കെ കടക്കാർ വന്ന് പറക്കി മാറ്റുമായിരുന്നു. ഈ ആയിരക്കണക്കിന് വീടുകളിൽ നഷ്ടപ്പെട്ടു പോയ വീട്ടുപകരണങ്ങൾ, ആ വീട്ടുപകരണങ്ങളെങ്കിലും മാറ്റുവാനുള്ള ഒരു സംവിധാനം വീട്ടുകാർ ചെയ്യുമായിരുന്നു. ഇതിനൊന്നും സമയം കിട്ടിയില്ല എന്നുള്ളതാണ് ഈ മുന്നറിയിപ്പില്ലാതെ ഈ അണക്കെട്ട് തുറന്നതുമൂലം ഉണ്ടായിരിക്കുന്ന പ്രത്യാഘാതം. ഇവിടെ നമുക്കറിയാം 2018 വെള്ളപ്പൊക്കത്തിന് ശേഷം വെള്ളം കയറിയ എല്ലാ വീടുകൾക്കും 10,000 രൂപ വീതം സർക്കാർ നൽകി. അത്തരത്തിലേക്കുള്ള ഒരു നടപടിയും സർക്കാർ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. വെള്ളം കയറിയ വീടുകളിൽ ഏതെങ്കിലും നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വീടുകൾക്ക് 3 ലക്ഷം രൂപ വരെ അറ്റകുറ്റപ്പണിക്കുള്ള ധനസഹായം അന്ന് പിണറായി സർക്കാർ നൽകിയിരുന്നു. അത്തരത്തിലേക്കുള്ള യാതൊരു പ്രഖ്യാപനവും ഉണ്ടായിട്ടില്ല. വെള്ളം കയറി നാശനഷ്ടം വന്ന കടകൾ, ആ കടകൾക്ക് 10 ലക്ഷം രൂപ സർക്കാർ ഗ്യാരണ്ടി നിന്നുകൊണ്ട് വായ്പ അനുവദിച്ചിരുന്നു. ആ വായ്പയ്ക്ക് 2 ലക്ഷം രൂപ സബ്സിഡിയാണ് നൽകിയത്. ഈ സബ്സിഡി കൂടാതെ തന്നെ അവർക്കുള്ള ഒരു പ്രത്യേക ആനുകൂല്യം എന്ന നിലയിൽ അതിൻ്റെ ഒരു സർട്ടൻ പെർസെൻറ്റേജ് അതിൻ്റെ മെറിറ്റ് നോക്കി അതിൻ്റെ ഒരു ഇളവ് വരുത്തുമായിരുന്നു. അപ്പോൾ 10 ലക്ഷം രൂപ എടുക്കുന്ന ഒരു കടക്കാരൻ 8 ലക്ഷം രൂപ ഫലത്തിൽ അടച്ചാൽ മതിയാകും എന്നുള്ള ഒരു പദ്ധതി നടപ്പാക്കിയിരുന്നു. എന്നാൽ ഗവൺമെൻറ് ഇതുവരെ അത്തരത്തിലേക്കുള്ള ഒരു പ്രഖ്യാപനവും നടത്തിയിട്ടില്ല. കുടുംബശ്രീ അംഗങ്ങൾ ഉള്ള വീടുകളിൽ വെള്ളം കയറിയ വീടുകളിൽ മുഴുവൻ 1 ലക്ഷം രൂപ പലിശയില്ലാതെ തന്നെ സർക്കാർ നൽകിയിരുന്നു. അത്തരത്തിൽ നിരവധി വീടുകൾ വെള്ളം കയറി നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വീട്ടുപകരണങ്ങൾ നിരവധി ഒഴുകിപ്പോയിട്ടുണ്ട്. ഫ്രിഡ്ജ് അടക്കം ഒഴുകിപ്പോയിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലേക്കുള്ള ഒരു ധനസഹായം കുടുംബശ്രീ അംഗങ്ങളുടെ വീടുകളിൽ പോലും ഉണ്ടായിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം. ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. എന്നാൽ ക്യാമ്പുകളിൽ പോകാത്ത 100 കണക്കിന് വീട്ടുകാർ നമ്മുടെ ഇവിടെ ഉണ്ട്. ഇപ്പം റാന്നിയെ സംബന്ധിച്ചിടത്തോളം ഒരു കടയുമില്ല, നാമമാത്രമായ കടകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഭക്ഷണ സാധനങ്ങളില്ല. അങ്ങനെയുള്ള വീട്ടുകാർക്ക് ഭക്ഷണ സാധനങ്ങൾ കൊടുക്കാനുള്ള സംവിധാനം പോലും ഇതുവരെ റവന്യൂ വകുപ്പ് ഒരുക്കിയിട്ടില്ല. റവന്യൂ വകുപ്പ് തന്നെ ഉണ്ടോ എന്നൊരു സംശയത്തിലാണ് ഇപ്പോൾ. ഇവിടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കമ്മിറ്റികൾ, അത്തരമൊരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എവിടെയാണ് ഉണ്ടായിട്ടുള്ളത്? അങ്ങനെയുള്ള ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഇന്നലെ സത്യത്തിൽ നാട്ടുകാരാണ് ഈ രക്ഷാപ്രവർത്തനം മുഴുവൻ ഏകോപിപ്പിച്ചത്. പുലർച്ചെ 4 മണി മുതൽ DYFIയുടെ നേതൃത്വത്തിൽ, CPMൻ്റെ നേതൃത്വത്തിൽ എല്ലാ ഭാഗങ്ങളിലും രക്ഷാപ്രവർത്തനം നടത്തിയാണ് വീട്ടുകാരെ മരണത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയത്. ഒരാൾ പോലും മരിക്കാതെ ഈ പ്രളയ ദുരന്തത്തിൽ ജീവൻ നിലനിർത്താൻ കഴിഞ്ഞത് DYFI ഇടപെട്ടത് മൂലമാണ്. ഭക്ഷണ സാധനങ്ങളില്ലാത്ത വീടുകളിൽ DYFIയുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് അവർ ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്തു. ഇന്നലെ റാന്നി ടൗണിൽ തന്നെ 1000-ഓളം പേർക്കാണ് റോഷൻ റോയ് മാത്യു ഉൾപ്പെടെ ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റി പ്രസാദം ഭാസ്കരൻ ഉൾപ്പെടെ അവരുടെ എല്ലാ നേതൃത്വത്തിൽ 1000-ഓളം പേർക്കാണ് ഇന്നലെ ഭക്ഷണ സാധനങ്ങൾ ഈ ടൗണിൽ തന്നെ വിതരണം ചെയ്തത്. അവിടെ അതിഥി തൊഴിലാളികളുണ്ട്, ആയിരക്കണക്കിന് കടകളിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അവിടെയൊന്നും സർക്കാരിൻ്റെ ഒരു സഹായവും ഉണ്ടായിട്ടില്ല. ഇവിടെ പേരിന് മാത്രം ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി വിഷ്ണുനാഥ് അവിടെ വന്ന് കോൺഗ്രസ് പ്രവർത്തകരെ വിളിച്ചുകൂട്ടി ഒരു യോഗം നടത്തി പോയതല്ലാതെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെയോ ബന്ധപ്പെട്ട ആളുകളെയോ വിളിച്ച് ഒരു യോഗം നടത്താനും
ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിക്ക് പോലും കഴിഞ്ഞിട്ടില്ല. അത്തരമൊരു ദുരന്തപൂർണമായ സാഹചര്യത്തിലാണ് ഈ പ്രളയ കെടുതിയുടെ ഭാഗമായി വന്നിട്ടുള്ള അവശിഷ്ടങ്ങൾ നീക്കാനുള്ള ഒരു വലിയ കർമ്മ പദ്ധതി ഇപ്പോൾ DYFI ആവിഷ്കരിച്ച് ഇപ്പം നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നത്. ഇന്നലെ തുടങ്ങി വെച്ച ആ പദ്ധതി ഇന്നും തുടരുകയാണ്. അണക്കെട്ടുകൾ തുറക്കുമ്പോൾ ഇപ്പോൾ 2018 തന്നെ അണക്കെട്ട് തുറക്കുന്നതിന് മുമ്പ് നമുക്കറിയാം ജൂലൈ മാസം 30 മുതൽ 6 തവണ നമുക്ക് ഈ മൂഴിയാർ അണക്കെട്ടല്ല, നമ്മുടെ വലിയ അണക്കെട്ടുകൾ ആനത്തോട് ഡാം ഉൾപ്പെടെയുള്ള, പമ്പ ഡാം ഉൾപ്പെടെയുള്ള, കക്കി ഡാം ഉൾപ്പെടെയുള്ള സമുച്ചയത്തിൻ്റെ അണക്കെട്ടുകൾ തുറന്നിരുന്നു. അതിൽ ഓരോ സന്ദർഭങ്ങളിലും അവർ കൃത്യമായിട്ട് തന്നെ അനൗൺസ്മെൻറ്റ് നടത്തിയിരുന്നു, റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് ഗവൺമെൻറ് ഒരു കോഡ് ഓഫ് കോണ്ടാക്റ്റ് കൊണ്ടുവന്നു. ആ കോഡ് ഓഫ് കോണ്ടാക്റ്റ് പ്രകാരം ഓരോ തവണ അണക്കെട്ട് തുറക്കുന്നതിന് മണിക്കൂറുകൾ മുമ്പ് തന്നെ, അല്ലെങ്കിൽ ദിവസങ്ങൾക്ക് മുമ്പാണെങ്കിൽ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും, അവിടുത്തെ ജനപ്രതിനിധികൾ, അവിടുത്തെ പഞ്ചായത്ത്, അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ, അവിടുത്തെ ബന്ധപ്പെട്ട KSEB, പോലീസ്, അങ്ങനെയുള്ള അവർക്ക് വേണ്ടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പ് ഇപ്പോഴും നിലനിൽക്കുകയാണ്. അവിടെ എല്ലാ സന്ദേശങ്ങൾ വരും. ഇനി പോട്ടെ, ഇവിടെ അണക്കെട്ട് തുറന്നത് രാത്രി 1 മണിക്ക് ശേഷമാണ്, അർദ്ധരാത്രിയാണ്. അത്തരത്തിലേക്കുള്ള ഒരു സംഭവം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് ഉണ്ടാവേണ്ടത്? അനൗൺസ്മെൻറ്റ് വേണമായിരുന്നു. അപ്പോൾ ആ അനൗൺസ്മെൻറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി വളരെ കുറയ്ക്കാൻ കഴിയുമായിരുന്നു. തീവ്ര മഴയെ തുടർന്ന് പമ്പ കരകവിഞ്ഞു, മണിമലയാർ കരകവിഞ്ഞു, അച്ചൻകോവിൽ കരകവിഞ്ഞു. പക്ഷെ പമ്പയിൽ എന്താ ഉണ്ടായത്? ഈ റാന്നിയിലും ആറന്മുളയിലും എല്ലാം എന്താ ഉണ്ടായത്? ഇന്ന് ചെങ്ങന്നൂരിൽ എന്താ ഉണ്ടായത്? ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട പ്രശ്നം ഈ കരകവിഞ്ഞ വെള്ളത്തിൻ്റെ പുറമെയാണ് മുന്നറിയിപ്പില്ലാതെ ഈ മൂഴിയാർ അണക്കെട്ടും കാരികയം അണക്കെട്ടും തുറന്നു വിട്ടത്. അള്ളുങ്കൽ അണക്കെട്ട്, അള്ളുങ്കൽ സബ്സ്റ്റേഷൻ പൂർണ്ണമായി നശിച്ചുപോയി. പെരുന്നാട് സബ്സ്റ്റേഷൻ സമ്പൂർണ്ണമായി നശിച്ചുപോയി. അപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം സർക്കാരിനുണ്ടായി, കോടാനുകോടികളുടെ നഷ്ടം നാട്ടുകാർക്കുണ്ടായി. അപ്പോൾ ഇതിന് പരിഹാരം കാണാൻ, അതുകൊണ്ടാണ് ഇതൊരു സർക്കാർ സ്പോൺസേഡ് വെള്ളപ്പൊക്കം എന്ന നിലയിൽ നഷ്ടപരിഹാരം ഇവിടുത്തെ കച്ചവടക്കാർക്കും ഇവിടുത്തെ വീട്ടുകാർക്കും ഉണ്ടായ ഈ നഷ്ടം സമ്പൂർണ്ണമായി സർക്കാർ നൽകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. അതുകൊണ്ടാണ് ഈ ഡാം തുറന്നതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം യഥാർത്ഥത്തിൽ എന്താണ് സർക്കാരിന് പ്രശ്നം ഉണ്ടാക്കുന്നത്? സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം ഇങ്ങനെയുള്ള ഒരു പ്രളയത്തെ നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ സർക്കാർ ചെയ്തില്ല. എല്ലാം വാചകമടിയിലൂടെയുള്ള ഒരുക്കങ്ങൾ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ വാചകമടിച്ചാൽ ഒരു പ്രളയം, ഇപ്പോൾ ഒരു ദിവസം മഴ പെയ്തപ്പോഴാണ് ഇത്രയും വലിയ ദുരന്തം ഉണ്ടായത്. നേരത്തെയൊക്കെ 1 മാസവും 2 മാസവും തുടർച്ചയായിട്ട് മഴയുണ്ടായിരുന്നു, തീവ്രമഴയുണ്ടായിരുന്നു, വലിയ ഉരുൾപൊട്ടലുകൾ ഉണ്ടായിരുന്നു, അണക്കെട്ടുകൾ തുറന്നു വിട്ടിരുന്നു. പക്ഷേ അന്ന് നമുക്ക് ഇപ്പോൾ റാന്നി തന്നെ നമുക്കറിയാം 2018 പ്രളയത്തിൽ അത്രയും വലിയ പ്രളയം, ഇപ്പം വന്നതിൻ്റെ 2 ഇരട്ടി പ്രളയം ഉണ്ടായിട്ട് പോലും ഒരു ജീവൻ പോലും നഷ്ടപ്പെടാതെ നമുക്ക് എല്ലാവരെയും സംരക്ഷിക്കാൻ പറ്റി. അപ്പോൾ ഏകോപനം എന്ത് ഏകോപനമാണ് ഇവിടെ നടന്നത്? ഇവിടെ ഒരു മന്ത്രി ക്യാമ്പ് ചെയ്ത് ഏകോപനം സംഘടിപ്പിക്കണ്ടേ? അത്തരത്തിലേക്ക് സംഘടിപ്പിച്ചോ? അപ്പോഴേ നാട്ടുകാരൊക്കെ പറയുന്നത് കഴിഞ്ഞ 2018 പ്രളയത്തിന് കയറിയ ചെളിയും മണ്ണും ഒന്നും നീക്കം ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഒറ്റ മഴയിൽ ഇത്രയും വെള്ളം കയറിയതെന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത്. അതെന്തുകൊണ്ട് നീക്കം ചെയ്തതാണെന്ന് ചോദിക്കുന്നത്? അത് തെറ്റാണ്. 2019 2020 റൂം ഫോർ റിവർ എന്ന് പറഞ്ഞൊരു സ്കീം തന്നെ സർക്കാർ നടപ്പിലാക്കി. ആ സ്കീം ചില വിദേശ രാജ്യങ്ങളിൽ നടപ്പാക്കിയ സ്കീമാണ്. അതനുസരിച്ച് അത് നടപ്പാക്കിയതിനകത്ത് ചില അപാകതകൾ വന്നു എന്നുള്ളത് ശരിയാണ്. കാരണം ആറ്റിലെ മണ്ണ് അത് കരക്കിട്ടു, മുഴുവൻ വാരി കരക്കിട്ടു. പക്ഷേ കരയിലിട്ട മണ്ണ് അടുത്ത വെള്ളപ്പൊക്കത്തിൽ ആറ്റിലേക്ക് തന്നെ പോയി എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിൽ പോലും 2020 വെള്ളപ്പൊക്കം ഇല്ലാതാക്കാൻ റൂം ഫോർ റിവർ എന്ന പദ്ധതി സഹായിച്ചു. അങ്ങനെയുള്ളൊരു പദ്ധതി ഇത്തവണ ഉണ്ടായിട്ടില്ല, ഗവൺമെന്റ് ആലോചിച്ചിട്ട് പോലുമില്ല. അതാണ് ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിച്ചത്. തീർച്ചയായിട്ടും ആറ്റിലെ മണൽ വാരുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ചില പരിസ്ഥിതിവാദികളാണ് ആറ്റിലെ മണൽ വാരുന്നതിനെതിരായിട്ടുള്ള കോലാഹലം പലപ്പോഴും ഉണ്ടാക്കുന്നത്. പക്ഷേ ആറ്റിലെ മണൽ വാരുകയും അതുപോലെ തന്നെ തോട്ടപ്പള്ളി സ്പിൻവേ, ആ സ്പിൻവേ തുറക്കുകയും ചെയ്യേണ്ട സമയബന്ധിതമായി തുറക്കണം. തോട്ടപ്പള്ളി സ്പിൻവേ തുറക്കുന്നതിനെതിരായി സമരം ചെയ്ത ആളുകളാണ് ഇന്ന് അധികാരത്തിലുള്ളത്. അത് നമ്മൾ ഓർക്കണം. തോട്ടപ്പള്ളി ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമാണ് മാധ്യമങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു സർക്കാർ സ്പോൺസേഡ് വെള്ളപ്പൊക്കം എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്.